സാർ, ഇപ്പം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി ബങ്കറിനുള്ളിൽ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ജീവനിൽ ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പിൻഗാമിയാകാനുള്ള 3 പേരുടെ പേരുകൾ നിർദ്ദേശിച്ചായിട്ട് കേൾക്കുന്നു. പക്ഷേ മൊജ്തബ ഖമനേയി എന്ന് പറയുന്ന സ്വന്തം മകനില്ല. മാത്രമല്ല, സാധാരണ ഇതിൽ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ വലിയ മതപണ്ഡിത യോഗമൊക്കെ കൂടേണ്ടതാണ്. ഇതങ്ങനെയൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു പിൻഗാമി വരണം. അപ്പം മരണഭയത്തിലാണോ ഖമനേയി? അതായത് ഈ മരണഭയമുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചാൽ പറയാൻ പ്രയാസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദ് നടത്തുക ആണ് ജീവിത ദൗത്യം എന്ന് കരുതുന്ന ആളാണ്. പിന്നെ മറ്റേ രക്തസാക്ഷി സുഹദാവ് ആവുക, സുഹദാവായിട്ട് പിന്നെ ഹൂറുകളുടെ പാദം പോകുക, അല്ലേ? ഹൂറുപാദം പോവുക, ഹിന്ദുക്കള് വിഷ്ണുപാദം പോകുക എന്നല്ലേ പറയുന്നത്. ഇത് അങ്ങനത്തെ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണ്, സാധാരണഗതിയിൽ ഇങ്ങനൊരു ഘട്ടം വരുമ്പോൾ സമാധാനത്തിലേക്കും ചർച്ചകളിലേക്കും അല്ലേ വരിക. ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്നാണ്. ഇത് കുറെ കാലമായിട്ട് ട്രംപ് വന്നിട്ട് 2-3 മാസമായില്ലേ. ട്രംപ് വരുമ്പോൾ തന്നെ ഒരു കത്ത് അങ്ങോട്ട് എഴുതിയതാണ്, ചർച്ചയാകണം, നിങ്ങൾ ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്നൊക്കെ. ആ കത്തെടുത്ത് കൊട്ടയിലേക്ക് ഇട്ടു, ഇല്ലേ? ആണവ പദ്ധതി ഉപേക്ഷിക്കണം എന്ന് ഇസ്രയേലും പറഞ്ഞതാണ് അയലത്ത് നിന്ന്. ഇല്ല, ഞങ്ങൾ ഈ അണുബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവരാണ് എന്നുള്ള മട്ടിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര ആണവ ഏജൻസി എല്ലായിടത്തും പരിശോധിക്കാൻ ചെല്ലും, ഇവിടെ പരിശോധിക്കാൻ സമ്മതിക്കില്ല. ഫോർദോയും നദാൻസും ഒന്നും സമ്മതിക്കില്ല. ആണവ കരാറൊന്നും ഒരു കരാറുകളും അവർക്ക് ബാധകമല്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിക്കില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ മരണഭയത്തിൻ്റെ കാര്യം അറിയില്ല. ഇനി മരണഭയം ഉണ്ടെങ്കിൽ ഈ കാരണവർ ഇറാനിൽ തന്നെ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും പോവാമല്ലോ, അല്ലേ? തുർക്കിയിലോ അസർബൈജാനിലോ ചൈനയിലോ റഷ്യയിലോ പാകിസ്ഥാനിലോ, അല്ലേ? പാകിസ്ഥാൻ തൊട്ടടുത്തല്ലേ. പിന്നെ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് 2 ആഴ്ച മുമ്പ് ഒരു തീവണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട്, ചരക്ക് വണ്ടി. അതിൽ കയറിയാൽ ചൈനയിലും എത്താമല്ലോ. ആ വഴിക്ക് വെച്ച് വേണമെങ്കിൽ പാകിസ്ഥാനിലും ഇറങ്ങാം, അതേ ട്രെയിനിൽ കയറിയാൽ. അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെയാണോ ഈ വർത്തമാനം പറയുന്നതെന്നും അറിഞ്ഞുകൂടാ. എവിടെയുണ്ടെന്ന് അറിയാം എന്ന് ട്രംപ് പറഞ്ഞതുകൊണ്ട് ട്രംപിന് അറിയാവുന്ന എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ 3 പിൻഗാമികളെ ഖമനേയി നിർദ്ദേശിച്ചെന്ന് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മകൻ മൊജ്തബ പിൻഗാമി ആകുമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. മൊജ്തബയുടെ പേര് ഇതിൻ്റെ അകത്തില്ല. 86 വയസ്സായി. ഖമനേയി നേരത്തെ വരുമ്പോൾ തന്നെ ഈ ഖൊമേനിക്ക് ശേഷമാണല്ലോ ഖമനേയി വരുന്നത്. അപ്പോൾ ഖൊമേനിയുടെ കാലത്ത് തന്നെ വേറെ ഇതിനേക്കാൾ നന്നായി ഈ ഖുറാനും ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ മറികടന്ന് കാരണം അന്നത്തെ പ്രസിഡന്റിന് ഇദ്ദേഹത്തിനോടായിരുന്നു താല്പര്യം. അതുകൊണ്ട് പണ്ഡിത സഭ കൂടിയപ്പോൾ തന്നെ പലതരം മാനിപ്പുലേഷൻസ് വഴിയാണ് ഖമനേയി വന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പം അതിൻ്റെ തന്നെ വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സഹായി വഴിയാണ് കമാൻഡർമാരുമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഖമനേയി. നേരിട്ട് സംസാരമൊന്നുമില്ല. മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കില്ലല്ലോ. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചാലോ, നേരത്തെ പൊട്ടിത്തെറിച്ചതല്ലേ ലബനൻ സിറിയ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ബങ്കറിലാണെന്ന് പറയുന്നു. സൈനിക കമാൻഡർമാരും മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ശ്രോതാക്കളായി, രക്തസാക്ഷികൾ ആയി. അപ്പോൾ ഇനി ഖമനേയി ഇല്ലെങ്കിൽ പിന്നെ വരേണ്ട കമാൻഡർമാരുടെ പട്ടികയും പട്ടാള മേധാവിമാരുടെ പട്ടികയും, മുതിർന്നവരൊക്കെ തീർന്നു, പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സദ്ദാം ഹുസൈൻ ആക്രമിച്ചിട്ട് ടെഹ്റാനിൽ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നല്ലോ. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി നാശനഷ്ടങ്ങൾ ഇപ്പോൾ ടെഹ്റാനിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ആശുപത്രികൾ, റിഫൈനറികൾ ഒക്കെ തിരിച്ച് ഇറാനും ആക്രമിച്ചിട്ടുണ്ട് ഇസ്രയേലിൽ. അപ്പോൾ സാധാരണഗതിയിൽ സിനുജി പറഞ്ഞ പോലെ ഒരു പണ്ഡിത സഭ ആണ് തിരഞ്ഞെടുക്കുക പിൻഗാമിയെ. അത് കുറച്ച് ദിവസം, കുറെ മാസങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കും. ഈ പണ്ഡിത സഭയിലുള്ള ഓരോ ആൾക്കും ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മറ്റേ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടും കൂടില്ലേ ഇവര്. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ നടക്കും, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കും. അപ്പൊ സംയുക്ത സൈനിക
കമാൻഡർ ആണ് ഈ ഖമനി. ഈ മത ഭരണകൂടമാണല്ലോ. അതെ. അപ്പോൾ എല്ലാ സേനകളുടെയും കമാൻഡറാണ്, കോടതികളുടെ ജുഡീഷ്യറിയുടെ മേധാവിയാണ്, നിയമനിർമ്മാണ സഭകളുടെ മേധാവിയാണ്, എക്സിക്യൂട്ടീവിൻ്റെയും മേധാവിയാണ്. അതാണ് ഈ പരമോന്നത നേതാവ്. പ്രസിഡന്റിനേക്കാൾ എത്രയോ ഉയർന്ന പദവിയിൽ നിൽക്കുന്നതാണ്. എന്തു പറഞ്ഞാലും കേൾക്കണം. പിന്നെ വാലി ഫക്കി ആണ് എന്ന് പറഞ്ഞാൽ ഷിയ വിശ്വാസ സമൂഹത്തിൻ്റെ കാവലാണ്. അതുമാണ് ഖമനി. വാലി ഫക്കി ആണ്. മകൻ മോജ്താബ IRGCയുമായിട്ട് അടുപ്പമൊക്കെ ഉള്ള ആളാണ്. ഈ പട്ടാളമൊക്കെ ആയിട്ട് അടുപ്പുള്ള ആളാണ്. പിന്നെ മകൻ നേരത്തെ മറ്റേ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്, ഇറാഖ് യുദ്ധത്തിൽ. പക്ഷേ ഈ 3 പേരുടെ കൂട്ടത്തിൽ മകനെ നിർദ്ദേശിച്ചിട്ടില്ല. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടല്ലോ. ഇബ്രാഹിം റെയ്സി ഈ മതപഠനമൊക്കെ ഗംഭീരമായിട്ട് നിർവഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പിൻഗാമിയാകും എന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, കാരണം അത് സംശയാസ്പദമായ അപകടമാണല്ലോ. 2 വീഡിയോ സന്ദേശങ്ങൾ ആണ് ഖമനിയുടേതായിട്ട് ഈ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം വന്നത്. 2ൻ്റെയും പുറകിൽ തവിട്ട് നിറമുള്ളൊരു കർട്ടൻ ഉണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് നിന്നാണ് അത്. കൊടി ഉണ്ടായിരുന്നു ഇറാൻ്റെ. സാധാരണ മധ്യ ടെഹ്റാനിൽ ബീത്ത് റഹ്ബാരി എന്ന് പറഞ്ഞ സ്വന്തം വസതിയുടെ വളപ്പിൽ നിന്നാണ് ഇദ്ദേഹം കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരുന്നത്. അധികം പുറത്തിറങ്ങാറില്ല ഈ ബീത്ത് റഹ്ബാരി എന്ന് പറഞ്ഞാൽ ആചാര്യൻ്റെ അരമന എന്നുള്ളതാണ്. പ്രഭാഷണത്തിന് വല്ലപ്പോഴും പുറത്തു പോകുമായിരുന്നു. പിന്നെ ഈ വീട്ടിൽ ഓരോ വാരത്തിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ പട്ടാള മേധാവിമാരും മന്ത്രിമാരും ഒക്കെ ഇങ്ങോട്ടാണ് ചെല്ലുക, ഈ ബീത്ത് റഹ്ബാറിയിലേക്ക്. ജനത്തിനോട് പ്രഭാഷണവും അവിടെ തന്നെ ഇരുന്നിട്ടാണ്. മുതിർന്ന ഉപദേഷ്ടാവ് സ്പീക്കർ ജനറൽ മുഹമ്മദ് ഗലിബാഫി പറയുന്നത് 1 മണിക്കൂറിൽ ഈ മുതിർന്ന കമാൻഡർമാരൊക്കെ 1 മണിക്കൂറിൽ തന്നെ ഇല്ലാതായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മുതിർന്ന ഉപദേഷ്ടാവ് സ്പീക്കർ ജനറൽ മുഹമ്മദ് ഗാലിബാഫി പറഞ്ഞിട്ടുണ്ട്. മുതിർന്ന കമാൻഡർമാർ മുഴുവൻ അവസാനിച്ചു പോയി. അത് ഈ ഡ്രോണുകളൊക്കെ ഇങ്ങോട്ട് ഇസ്രയേൽ കൊണ്ടുവന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചേർന്നിരുന്നു അവിടെ. അപ്പോൾ ശത്രുവിനൊപ്പമുള്ളവർ, അമേരിക്കയുടെ കൂടെയും ഇസ്രയേലിൻ്റെ കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഇറാനികളില്ലേ, അവർ ഞായറാഴ്ചക്കകം കീഴടങ്ങണം എന്ന് പറഞ്ഞിരുന്നു. ഞായറാഴ്ചക്കകം കീഴടങ്ങണം എന്ന് ഉത്തരവുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം മാപ്പ് കൊടുക്കുന്ന ആയുധം കൊടുത്തവർ ജനങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൈകാര്യം ചെയ്തോളുന്നു. ഞായറാഴ്ച കഴിഞ്ഞിട്ട് എല്ലാവരെയും തൂക്കിക്കൊല്ലുന്നും പറഞ്ഞിരുന്നു ഈ ശത്രുവിൻ്റെ കൂടെ ചേർന്നവർ. ഇനി അതൊക്കെ നടക്കുമോ എന്നുള്ളത് സംശയമാണ്, ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ. അപ്പോൾ പ്രധാന ജില്ലകളിലൊക്കെ പ്രവിശ്യകളിൽ നിന്നൊക്കെ പലായനം നടക്കുന്നുണ്ട്. ഹോട്ടലുകൾ, ഗസ്റ്റ് ഹൗസുകൾ, ഈ കല്യാണ വെഡ്ഡിങ് ഹാളുകൾ ഒക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി സൗജന്യമായിട്ട്. പിന്നെ മനഃശാസ്ത്രജ്ഞന്മാർ വൈറൽ, അതായത് ഓൺലൈൻ തെറപ്പി പേടിച്ച് ഇരിക്കുന്നവർക്കൊക്കെ തെറപ്പി കൊടുക്കുന്നുണ്ട്, പേടിക്കണ്ട. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നായിരിക്കുമല്ലോ അവസാനം പറയുന്നത്, അല്ലാതെ ഫ്രോയിഡും യുങ്ങും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും ആയിരിക്കില്ല. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ, ബേക്കറികളൊക്കെ വലിയ ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ബേക്കറിയിലൊക്കെ പോകുന്നവർ ഞങ്ങൾക്ക് ബ്രെഡ് മുഴുവൻ വേണ്ട, കാൽഭാഗം മതി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പുറകിലിരിക്കുന്നവർക്കും കൂടി കിട്ടണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉദാര മനസ്ഥിതിയൊക്കെ വരുന്നുണ്ട്. സ്വന്തം ജീവന് തന്നെ ഭീഷണി വരുമ്പോൾ കുറച്ചുകൂടി ഈ സഹാനുഭൂതി അനുകമ്പ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.